ഞാൻ ഒരു ഹിന്ദു മുന്നണിയുടെ ഒക്കെ പ്രവർത്തകനാണ്. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ ആണ് അവരുടെ പെൺകുട്ടികളുടെ വിവാഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെച്ചാൽ സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായങ്ങൾ ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഹിന്ദു വേണം, മുസ്ലിം വേണം, ക്രിസ്ത്യനും വേണം. ഞങ്ങളൊരു പാത്രത്തിൽ നിന്ന് ഊണ് വയ്ക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു വർഗീയത എന്ന് പറഞ്ഞ സാധനം തന്നെ അറിയില്ല. ഇവിടെ ഞങ്ങൾ സൗഹാർദ്ദം നിരക്ക് ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾ കൊണ്ടേ കൊടുക്കുക, അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതുവരെയും യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നുണ്ട്. ഓല പാട്ടിന് നടക്കുന്ന നമ്മളെ പറഞ്ഞു ഞങ്ങൾക്ക് കൂടി യാതൊരു എതിർപ്പില്ല. അതുപോലെ ഒത്തൊരുമിച്ച് പോകുന്നതുകൊണ്ട് അന്യോന്യ സഹായമുണ്ട്. കൂടുതലും മുസ്ലിംസിനെ കൊണ്ടുള്ള സഹായമാണ് ജാസ്തി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് ഓല എല്ലാം മനസ്സിറങ്ങി തരും. ഞങ്ങളെല്ലാവരും സൗഹൃദമായിട്ട് നല്ല ഇതിൽ പോകാം. മൂപ്പര് മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്. ഞങ്ങളെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകും. ഒരു അനുഭവമില്ല. കാരണം അവൻ ഹിന്ദുവാണ് മാറ്റി നിർത്തുക, അപ്പം മുസ്ലിമാണ് പോലെ മാറ്റി നിർത്തുക, അങ്ങനത്തെ അനുഭവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ വെള്ളാപ്പള്ളി അല്ലല്ലോ മറ്റേ മലപ്പുറം ജില്ലേനെ നോക്കേണ്ടത്. വെള്ളാപ്പള്ളി അവിടെ നിന്നിട്ട് വർത്താനം പറയണ മാതിരിയല്ലല്ലോ. വെറും വർഗീയത പെടലേ ജനങ്ങളെ 2-3 ശരിയാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ. ഞാൻ 14 ജില്ലയിലും ജോലി ചെയ്തിട്ടുള്ളൂ. 14 ജില്ലയിലും ഇവിടെ മലപ്പുറത്ത് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഒരേമാതിരി ജീവിക്കാൻ പറ്റിയ സ്ഥലം കേരളത്തിൽ നിന്ന് മലപ്പുറം ഉള്ളൂ. ഇവിടെ ഒരു ഐക്യമുണ്ട്. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും തമ്മിൽ ഒരു ഐക്യമുണ്ട്. ഇവിടെ ഏത് കാര്യത്തിനാണെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഐക്യമാണ്. ഒരു ബുദ്ധിമുട്ടും ജീവിക്കാനോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ആയിട്ടുള്ള രീതിയിലോ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെയധികം സന്തോഷത്തോടു കൂടി അത് ഇവിടെ ഒരു കുട്ടിയുടെ കല്യാണം കഴിയുകയാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ കല്യാണ വീട്ടിലേക്കുള്ള പച്ചക്കറിയോ അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളോ ഇതൊക്കെ അവർ പണിക്ക് പോകുന്ന വീട്ടിലുള്ള മുസ്ലിങ്ങളാണ് അതിന്റെ ബില്ല് നമ്മൾ കൊടുത്തോളാട്ടോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അത്ര പോലും ഹിന്ദു സംഘടനകൾ ഇവിടെ SNDP NSS യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുന്നില്ല. താങ്കൾ പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ SNDP പോലുള്ള സംഘടനകൾ പോലും ഇവിടെ സഹായിക്കാത്ത സമയത്ത് ഇവിടെയുള്ള മറ്റു സംഘടനകളാണ് സഹായിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ഈ ഇത്തരം രീതിയിലേക്ക് സംസാരിച്ച വെള്ളാപ്പള്ളി നടേശൻ ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ സഹായിക്കാനും ഒപ്പം പിടിക്കാനും അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും അവരുടെ ഒപ്പം നിന്നിട്ട് അവരുടേതായിട്ടുള്ള ചികിത്സ ആയി കഴിഞ്ഞാലും തുടർ ചികിത്സ ആയാലും എന്ത് കാര്യത്തിനും ഒപ്പം നിൽക്കാനും മലപ്പുറം ജില്ലക്കാരെ പോലെ അറിയുന്ന ഒരു ജില്ലക്കാരും ഒരു സംസ്ഥാനക്കാരും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമസ്കാരം, പീപ്പിൾ വോയിസ് കേരളയിലേക്ക്. മലപ്പുറത്തുകാർ വലിയ രീതിയിലേക്കുള്ള മോശക്കാരാണെന്നും ഹിന്ദു സമുദായത്തിന് മലപ്പുറത്ത് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നടേശൻ അടിക്കടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണെന്ന് ജനങ്ങളോട് ചോദിക്കേണ്ടതുണ്ട്. ഇനി മലപ്പുറത്തുകാരുടെ അഭിപ്രായങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് എല്ലാ കാര്യത്തിലും സാമ്പത്തികം ആണെച്ചാലും ബിസിനസ് കാര്യമാണെച്ചാലും എല്ലാ കാര്യത്തിലും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കൂടി കഴിയുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഞാൻ ഒരു ഹിന്ദു മുന്നണിയുടെ ഒക്കെ പ്രവർത്തകനാണ്. എന്നിരുന്നാലും നമുക്കിവിടെ പ്രവർത്തിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഇവിടെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഇവിടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും ജീവിക്കാനോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ആയിട്ടുള്ള രീതിയിലോ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെയധികം സന്തോഷത്തോടു കൂടി അത് ഇവിടെ ഒരു കുട്ടിയുടെ കല്യാണം കഴിയുകയാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ കല്യാണ വീട്ടിലേക്കുള്ള പച്ചക്കറിയോ അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളോ ഇതൊക്കെ അവർ പണിക്ക് പോകുന്ന വീട്ടിലുള്ള മുസ്ലിങ്ങളാണ് അതിന്റെ ബില്ല് നമ്മൾ കൊടുത്തോളാട്ടോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. അത്ര പോലും ഹിന്ദു സംഘടനകൾ ഇവിടെ SNDP NSS യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ ആണ് അവരുടെ പെൺകുട്ടികളുടെ വിവാഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെച്ചാൽ സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു അറിവാണ് എനിക്കുള്ളത്. ഇവിടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു മതസംഘടനയായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊന്നും നമുക്ക് നാട്ടിൽ യാതൊരുവിധ പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെച്ചാൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടുള്ള പള്ളി കമ്മിറ്റിക്കാരോ അതിൻ്റെതായിട്ടുള്ള ആളുകളോ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം എന്നുള്ള രീതിയിലുള്ള ഇടപെടലുകൾ നടത്താറുണ്ട്. ഒരു പ്രശ്നങ്ങളുമില്ല. എന്തെങ്കിലും മൈന്യൂട്ട് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെച്ചാലും വല്ല കൊടിതോരണങ്ങൾ നശിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെച്ചാലും അത് പള്ളി കമ്മിറ്റി മറ്റുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള കാരണവന്മാരായിട്ടുള്ള ആളുകൾ വന്ന് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യുക. സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ചെറിയ പ്രശ്നം ഉണ്ടാവും. പ്രശ്നങ്ങൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാവുന്ന ഞാൻ പറയുന്നത് അത്തരം രീതിയിലേക്കുള്ള ജീവിക്കാൻ കഴിയാത്ത മറ്റു മതസ്ഥർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ള നിലവിലുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ ഉള്ളതായിട്ട് എനിക്കറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ താങ്കൾ പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ SNDP പോലുള്ള സംഘടനകൾ പോലും ഇവിടെ സഹായിക്കാത്ത സമയത്ത് ഇവിടെയുള്ള മറ്റു സംഘടനകളാണ് സഹായിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ഈ ഇത്തരം രീതിയിലേക്ക് സംസാരിച്ച വെള്ളാപ്പള്ളി നടേശൻ ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. വെള്ളാപ്പള്ളി നടേശൻ മാത്രം പോരാ. NSSന്റേതായിട്ടുള്ള ഉത്തരപ്പെട്ടുള്ള നായന്മാരുടെ സംഘടനയായാലും
അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ സംഘടന SNDP ആയാലും ഇവരെല്ലാവരും തീർച്ചയായിട്ടും ഇത് വളരെ കാര്യഗൗരവത്തോട് കൂടിയിട്ട് എടുത്തിട്ട് പെരുമാറുന്നത് ചെയ്യണം. അല്ലാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ടുകളായാലും അല്ലെങ്കിൽ മറ്റുള്ള സാമുദായിക സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായാലും അവരെ ഇനി പ്രതീക്ഷിക്കാൻ ചിലപ്പോൾ സംഘടനകൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാ ഹെൽപ്പും മറ്റുള്ള ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ അവർ തീർച്ചയായിട്ടും ഉദരനിമിത്തം ബഹുവിധ വേഷം എന്ന് പറയുന്ന മാതിരി അവനാന്റെ കാര്യങ്ങളാണല്ലോ എല്ലാവരും നോക്കുക. അവർക്ക് സുഗമമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം എവിടുന്ന കിട്ടുക ആ വഴി നോക്കി പോകും. അവിടെ SNDP NSS മറ്റ് സംഘടനകളെയും നോക്കി പോയിക്കൊള്ളുന്നില്ല. താങ്കൾ ഈ ഒരു സംഭവം സംസാരിച്ച സ്ഥിതിക്ക് എനിക്കൊരു വലിയ രീതിയിൽ കണ്ട ഒരു വിഷമം ഞാൻ പങ്കുവെക്കുകയാണ് ജനങ്ങളോട്. അതായത് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ, വലിയ രീതിയിലേക്ക് ചാരിറ്റി ചെയ്യുന്ന, പണം ആവശ്യമുള്ള, ഓപ്പറേഷൻ മുടങ്ങുന്ന, വലിയ കിഡ്നി മാറ്റി വെക്കേണ്ട അത്തരം രീതിയിലേക്കുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോകൾ, അന്യമതസ്ഥരുടെ വീഡിയോ ഇടുന്ന സമയത്ത് വലിയ രീതിയിലേക്ക് പണം കുറയുന്നു എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അന്യമതസ്ഥരാണ് എന്നുള്ളത് അത്തരം രീതിയിലേക്ക് വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ ഇത്തരം പ്രസ്താവനകൾ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അതായത് നിങ്ങളൊട്ട് സഹായിക്കില്ല, സഹായിക്കുന്ന ആളുകളെ ഒട്ട് സഹായിപ്പിക്കാനും തയ്യാറാവില്ല. അത്തരം രീതിയിലേക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മാതൃകയാണ്. മറ്റു ജില്ല, മറ്റു സംസ്ഥാനക്കാരോ മനസ്സിലാക്കേണ്ടത് 10 രൂപ ചലഞ്ച് ആയാലും 100 രൂപ ചലഞ്ച് ആയാലും അതിൻ്റെയൊക്കെ ഉത്ഭവം മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മറ്റുള്ളവരെ സഹായിക്കാനും ഒപ്പം പിടിക്കാനും അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും അവരുടെ ഒപ്പം നിന്നിട്ട് അവരുടേതായിട്ടുള്ള ചികിത്സ ആയി കഴിഞ്ഞാലും തുടർ ചികിത്സ ആയാലും എന്ത് കാര്യത്തിനും ഒപ്പം നിൽക്കാനും മലപ്പുറം ജില്ലക്കാരെ പോലെ അറിയുന്ന ഒരു ജില്ലക്കാരും ഒരു സംസ്ഥാനക്കാരും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടുന്നാണ് ചലഞ്ചുകളെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. ബിരിയാണി ചലഞ്ച് ആയാലും പായസ ചലഞ്ച് ആയി കഴിഞ്ഞാൽ 100 രൂപ ചലഞ്ച് ആയാലും 10 രൂപ ചലഞ്ച് ആയാലും ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ജില്ലക്കാരും മറ്റാളുകളും ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ചെവിക്കൊള്ളാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ, ചാരിറ്റി കാര്യങ്ങളിൽ മലപ്പുറം ജില്ലേനെ മാതൃകയാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇവിടെ സൗഹാർദ്ദമാർക്ക് ജീവിക്കണ ഒരു ജില്ലയുണ്ടാവില്ല. ഈ മലപ്പുറം ജില്ലയിൽ എത്ര നീറ്റാണ്. ഒരു പാത്രത്തിൽ നിന്ന് ഊണ് വയ്ക്കുന്ന ആൾക്കാരാണ്. അതാ നിൽക്കണു, ഇയാൾ നിൽക്കണു. ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പകാലങ്ങൾക്ക് ചോദിച്ചാൽ അവരോട് അറിയും. ഞങ്ങൾക്ക് ഇവിടെ ഒരു വർഗീയത എന്ന് പറഞ്ഞ സാധനം തന്നെ അറിയില്ല. ഞങ്ങളതിന് ഇവിടെ ഒരു തടയില്ല. ഇവിടെ ഞങ്ങൾ സൗഹാർദ്ദം നിലക്ക് ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾ കൊണ്ടേ കൊടുക്കുക. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. ഇവിടെ ആര് പറഞ്ഞാലും അതിന് ഞങ്ങൾ എതിർക്കും ചെയ്യും. വർഗീയത ഇവിടെ നടക്കുകയില്ല. വർഗീയത നടക്കില്ല കാരണം എന്താണോ, ഞങ്ങൾ സൗഹാർദ്ദം കുട്ടിക്കാലം പോലെ ഞങ്ങൾ പട്ടിണി കിടന്ന് വളർന്നാൽ. അപ്പോൾ അത് ഞങ്ങളെ ചോരബന്ധങ്ങൾ അങ്ങനെയാണ്, വേറെ ഒന്നുമല്ല. ഇത്തരം രീതിയിലേക്ക് പറയുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? പറയുന്ന ആൾക്കാർ അവർ മോശത്തരാന്ന് ഞങ്ങൾ പറയുള്ളൂ. ഇതിന് ചിത്രീകരിക്കുക. ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇതേമാർക്ക് ജീവിച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കി. അല്ലെങ്കിൽ നമ്മൾ പറയണ്ട, പല ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. സർക്കാർ ജോലിയില്ല ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരോടൊക്കെ ചോദിക്കും, അവരൊക്കെ നീറ്റായിട്ട് പറയുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും ഒരു വർഗീയത കലം ഉണ്ടായിക്കണോ എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിൽ ഒന്നും ഉണ്ടാവില്ല. അത് അത്ര സ്നേഹത്തിലാണ്. ഒരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പോകും. ഒരു മരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും. അവിടെ എന്താ വേണ്ടിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഞങ്ങളെ വീട്ടിലെ സൗഹൃദന്മാരാണ് എല്ലാവരും. നീറ്റായിട്ടേ പോകുള്ളൂ. ഇതിലിവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാത്ത ജീവിക്കണ ഈ നാട് മലപ്പുറം ജില്ലേനെ ഉള്ളൂ, വേറെ ഒരു ജില്ലയില്ല. അത് എവിടെ പോയി കടന്നു, ഇവിടെ ഒരാൾ കടന്നിറങ്ങാലോ ഏതാ മതം ഞങ്ങൾ ചോദിക്കുക. ഇവിടെ എത്ര ആൾക്കാർ ബസ് കയറാൻ വരുന്നറിയോ? ഞങ്ങൾ മതം നോക്കിയിട്ടല്ല. ചിലപ്പോൾ പൈസ കൊടുക്കും, ചിലപ്പോൾ എന്താ അമ്മ ഇവിടെ നിൽക്കുന്നു ചോദിച്ചും. എന്താ നിങ്ങൾ എവിടേക്ക് പോകണ്ടെങ്കിൽ അപ്പോൾ പറയും ഒരാൾ വരാണ്ട് ഞങ്ങൾക്ക് പേരോടുന്നുള്ളൂ പറയും. അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക ഞങ്ങളെ പോലത്തെ ആൾക്കാർ. അതേമാതിരി എല്ലാ സൗകര്യങ്ങളും. മലപ്പുറത്ത് ഹിന്ദു മുസ്ലിംസും തമ്മിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് വരെ ഇല്ല. 70-71 വയസ്സായി എനിക്ക്. ഇതുവരെ അങ്ങനെ മലപ്പുറം ജില്ലയും ഇപ്പോൾ ഹിന്ദുക്കളും തമ്മിലുള്ള ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് പരിപൂർണ്ണ സുരക്ഷിതത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇതുവരെയും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഞങ്ങളെല്ലാവരും ജീവിക്കുന്നുണ്ട്. ഓരോ പാട്ടിന് നടക്കും. നമ്മളെ പറഞ്ഞു ഞങ്ങൾക്കും കൂടി യാതൊരു എതിർപ്പില്ല. അതുപോലെ സഹായങ്ങളൊക്കെ എങ്ങനെ അങ്ങോട്ടും കൊണ്ടുപോകും. അന്യോന്യ സഹായം ഉണ്ട്. ഒത്തൊരുമിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. ഒത്തൊരുമിച്ച് പോകുന്നുണ്ട്. അന്യോന്യ സഹായമുണ്ട്. കൂടുതലും മുസ്ലിംസിനെ കൊണ്ടുള്ള സഹായമാണ് ജാസ്തി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞിട്ട് ഓരോ എല്ലാം മനസ്സിറങ്ങി തരും. ഹിന്ദുക്കളെ അങ്ങനെ ചാടൂല. അതേ ഇപ്പോൾ ഒരു മുസ്ലിംസിൻ്റെ വീട്ടിൽ ചെന്നത് പിന്നെ അതില്ല, പിന്നെ ആ മണിയെ വന്നു ഒരു ചായ കൊടുക്കുന്ന മറ്റൊരാൾ പറയുമ്പോൾ ചായ എന്തെങ്കിലും കുടിച്ചാടാ, അങ്ങനെയുള്ള ഒരു ചോദ്യം വരുള്ളൂ. ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയോട് എന്താണ് പറയാനുള്ളത്? വെള്ളാപ്പള്ളിനോട് എന്താ പറയാനുള്ളത്? ഇങ്ങനെ അയാൾ ഒട്ടാണ്. അയാൾക്ക് എന്തേലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ അല്ലാണ്ട് ഓർമ്മല്ല. അതിന് യോജിക്കില്ല അയാൾ പറയുന്നതാണ്. മുസ്ലിം സമുദായം ഹിന്ദു സമുദായത്തെ ശ്വാസം വിടാൻ പറ്റുന്നില്ല, സമ്മതിക്കുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. എന്താണ് വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത്? അത് ഇവിടെ ഈ കേരളത്തില്, അതായത് മലപ്പുറം ജില്ലയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഹിന്ദുവും വേണം, മുസ്ലിമും വേണം, ക്രിസ്ത്യനും വേണം. അത് ഒരാളെ നിർത്തി ഭരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അത്തരം പ്രസ്താവന ഇറക്കുന്നത്? അതായത് മുസ്ലിം സമുദായം
സമുദായത്തിനെ കൊണ്ട് ഹിന്ദു സമുദായത്തിനോട് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രസ്താവന എന്തുകൊണ്ട് നടത്തുന്നു? അത് അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളൊരു ഹിന്ദു സഹോദരൻ എന്നുള്ള ലെവലിലേക്ക് എന്താണ് ഇവിടുത്തെ അവസ്ഥ ഒന്ന് പറയാം? ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഈ 3 മതക്കാരാണല്ലോ ഇപ്പം നമ്മളെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലുള്ളവർ. അവർ നല്ല ഒത്തൊരുമയോടും കൂട്ടായ്മയോടും മത സൗഹാർദ്ദത്തോടും കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. അത് ഏതോ ഒരു പിന്നെ എന്തായാലും പറയുന്നറിയില്ല, ഒരാൾ വന്നിട്ട് തന്നെ അത് ചിഹ്ന ഭിന്നമാക്കാൻ ഇവിടെ ചെയ്യുന്നത് നമുക്ക് അഭിപ്രായമില്ല. നല്ല രീതിയിൽ പോകണം. ഇവിടെ നല്ല രീതിയിൽ തന്നെയാണോ പോണത്? അതേ, നല്ല രീതിയിൽ തന്നെ പോണത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതുവരെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ പ്രശ്നം എൻ്റെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ നല്ല രീതിയിൽ എല്ലാവരും കാണുന്നു. ഇവിടെ തന്നെ മലപ്പുറം ജില്ലയിൽ ഹിന്ദു, മുസ്ലിം എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്ക് വേർതിരിവുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടാതിരുന്നുണ്ടോ? ഇല്ല, കിട്ടായിരുന്നില്ല. നമുക്ക് 2 കൂട്ടം നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താണ്? ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞാൻ കേട്ടിട്ട് ഇരുന്നിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ആരെ കൊണ്ടെങ്കിലും ഉപകാരം ഇല്ലാണ്ടിരുന്നുണ്ടോ? ഉപദ്രവം ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു അവസ്ഥ പറയാനുള്ളത്? മലപ്പുറത്തെ നല്ല രീതിയിലാണ് 2 കൂട്ടം ഇതുവരെ പോയിരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും അതില് വേണമെന്നാണ് വിചാരിക്കുന്നത്. അത് ആര് മാറ്റാൻ വിചാരിച്ചാലും മാറ്റുമോ? പറ്റില്ല. ഇല്ല. എന്തുകൊണ്ട്? അത്രയും സ്നേഹത്തോടെയാണ് ഇവിടെ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അതുകൊണ്ട് തന്നെയല്ലേ മാറ്റില്ല എന്ന് പറയുന്നത്? ആണോ? എന്താണ് മലപ്പുറം ജില്ല, എന്താണ് സംഭവം എന്ന് ചോദിക്കാം. എന്താ നമ്മൾ പറയണത്? നമ്മളിപ്പോ എല്ലാരും ഒരുപോലെ അല്ലേ? ജനങ്ങളെന്ന് പറഞ്ഞ മറ്റേത് രാഷ്ട്രീയത്തിന്റെ പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എല്ലാരും ഒരുപോലെ അല്ലേ? മലപ്പുറത്തെ അവസ്ഥ എന്താ ശരിക്കും? മലപ്പുറത്തെ അവസ്ഥ എന്താ? ഒരു കുഴപ്പമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. എല്ലാ മതവും എല്ലാവർക്കും ജീവിക്കണ്ടേ? ഇവിടെ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ? എല്ലാരും ഒത്തൊരുമയോടെ ജീവിക്കില്ലേ? അതെ 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 അതെ. വെള്ളാപ്പള്ളി നടേശനോ എന്താ പറയാ? അങ്ങോട്ട് നോക്കി പറയാം. നമ്മളെന്താ പറയാ, എല്ലാ മതവും എല്ലാവർക്കും ജീവിക്കണ്ടേ? എല്ലാവരും ഒരുപോലെ കാണാം. ഒരു ജാതി ഒരു മതം എന്നല്ല അറിയും. വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടി തന്നെയാണ് ഒരു ജാതി ഒരു മതം എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ജീവിക്കണ്ടേ? ഇവിടെ നല്ല രീതിയിൽ തന്നെയാണോ പോകുന്നത്? നല്ല രീതിയിൽ തന്നെ ഇവിടെ സൗഹൃദമായിട്ട് എല്ലാവരും ഒന്നിച്ച് വന്നാൽ നല്ല രീതിയിൽ പോകുന്ന ജില്ല നമ്മളെ അഭിപ്രായതാണ്. നല്ല രീതിയിൽ എല്ലാവരും ഒരു സഹോദരന്മാരെ പോലെ കഴിഞ്ഞു പോകുന്ന ഞങ്ങൾ അറിവ് വെച്ച് അങ്ങനെയാണ്. മറ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. വളരെ നല്ല രീതിയിലേക്ക് ജീവിച്ചു പോകുന്ന ആൾക്കാരാണ്. അതെ, ഞങ്ങളെല്ലാവരും സൗഹൃദമായിട്ട് നല്ല ഇതിൽ പോകാം. മൂപ്പര് മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്. പക്ഷെ ഞങ്ങളെ ഇതില് അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകും. ഇത് തകർക്കാൻ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തകർക്കാൻ നിൽക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ അനുഭവമില്ല. തകർക്കാൻ എന്നുള്ള ഉദ്ദേശമുള്ള ആൾ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം അനുഭവം ഇല്ല. ഇപ്പൊ ഞങ്ങളിങ്ങനെ കണ്ടെത്തും. നിങ്ങളൊക്കെ വലിയ രീതിയിൽ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതെ, യാതൊരു സംശയമില്ല. ഒന്നുമില്ല. ഇത് ഇത്തരം സൗഹാർദ്ദത ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയാ? അങ്ങോട്ട് പറയാം. സൗഹൃദം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടുപോയിട്ടില്ല. കാരണം വെച്ചാൽ തകർക്കുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം, ഇല്ലാതിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അനുഭവമില്ല. ഇല്ല, ഒരു അനുഭവമില്ല. കാരണം അവൻ ഹിന്ദുവാണ് മാറ്റി നിർത്തുക, അവൻ മുസ്ലിമാണ് പോലെ മാറ്റി നിർത്തുക, അങ്ങനത്തെ അനുഭവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ഞാൻ പറയാ, ഇനിയും അതേപോലെ തന്നെ പോകും. ഇനി അതുപോലെ തന്നെ പോകുമെന്ന് വിചാരിക്കും. ഇന്ന് വരെ അങ്ങനെ പോയിട്ടുണ്ട്. നാളത്തെ സ്ഥിതി നമുക്ക് പറയാൻ വയ്യ. ഇന്ന് വരെ അങ്ങനെ പോയിട്ടുണ്ട്. എൻ്റെ പേര് വാസുവേട്ടനെ എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? മറ്റുള്ള മനുഷ്യന്മാരല്ല, നിങ്ങൾ മാറി നിൽക്കേണ്ട ആൾക്കാരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാ? പൊതുവെ പറയാന്നുണ്ടെങ്കിൽ ഞാനിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ വന്ന് 10-35 വർഷമായി. ഇവിടുത്തെ ആളുകൾ എങ്ങനെയാ? ആളുകള് എന്നെ സംബന്ധിച്ച് നല്ല ആൾക്കാരാണ്. നിങ്ങൾ എവിടെയുള്ള ആളാണ്? ഞാൻ അട്ടപ്പാടിയുള്ള. അട്ടപ്പാടി ഇന്ന് മലപ്പുറം വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം 30 വർഷമായി. 30 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ ആരോട് എന്താണ് പറയാനുള്ളത്? ഇവിടെയുള്ള ആളുകൾ എന്താണ്? അങ്ങനെ എന്നെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരാണ്. നമുക്ക് ജോലിയും ഇതെല്ലാം സൗഹൃദമായിട്ടാണ് ഇപ്പൊ ഞങ്ങളോട് കൂടിയിട്ട് എല്ലാം നമ്മുടെ ഫാമിലിയായിട്ടും ഒക്കെ പോകുന്നത് എന്നെ സംബന്ധിച്ച് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ സഹായത്തിന് ഇറങ്ങുമെന്ന് എന്റെ ചോദ്യം അടുത്തത്. അതെ ഇറങ്ങുന്നുണ്ട്. മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഇറങ്ങും. അപ്പൊ ഇവിടെ ഉള്ള ആളുകൾ വലിയ മോശക്കാരാന്ന് പറയുന്ന ആളോട് എന്താ പറയാനുള്ളത്? അങ്ങോട്ട് നോക്കി പറയാം. മോശക്കാര് എന്ന് പറയാന്നുണ്ടെങ്കിൽ കൂടുതൽ ഞാൻ മോശക്കാരായിട്ടുള്ള ആളുകളായിട്ട് ഇടപഴകിയിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിപ്പോ എന്റെ ഫ്രണ്ട്സുകളും കൂടെ ഞാൻ പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാരായിട്ടാണ്. കൂടുതൽ പുറമെ ഈ പബ്ലിക്കായിട്ട് നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകൾ, നമ്മൾ പരിചയപ്പെടുന്ന ആളുകളെ വിലയിരുത്തുകയാണല്ലോ നമ്മളൊരു സ്ഥലം. അത്തരം വിലയിരുത്തലുകൾ നിങ്ങൾക്ക് മലപ്പുറം നല്ലതാണോ മോശമാണോ? നല്ലതാണ്, എന്നെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം പറയാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 35 വർഷമായിട്ട് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് നമ്മൾ നല്ല ആളുകളായിട്ട് ഇടപഴകുന്നേ ഉള്ളൂ. മോശപ്പെട്ട ആളുകളായിട്ട് നമ്മളെ ഇടപഴകുന്നില്ല. കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറയാം. ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ നാടാണ് നമ്മളെ കേരളം. ഇത്ര സുഖമുള്ള നാട് കേരളത്തിലെ മാതിരി നമ്മളെ ഇന്ത്യയിൽ എവിടെ ഉണ്ടാവില്ല.
അത്ര സുഖമായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട്. ഒരു പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല, സുഖമായി ജീവിച്ചു പോകുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അയാളെ വർത്തമാനം പറഞ്ഞതല്ലാതെ അത് ജനങ്ങൾ അംഗീകരിക്കത്തില്ല. എന്താണ് ശരിക്കും മലപ്പുറം? മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്രയും സൗഹാർദ്ദത്തിൽ നാലാം ജാതി ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു വർഗീയത ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലയായിട്ട് മലപ്പുറമാണ് കാണിക്കുന്നത്. ഒരു അലമ്പൂർ പ്രശ്നങ്ങളൊന്നും സുഖമായി ജീവിക്കാം. ഇത്തരം ഇതിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ മോശമായി സംസാരിക്കും. എന്താണ് വെള്ളാപ്പള്ളി നടേശനുള്ള മറുപടി? അങ്ങോട്ട് നോക്കി സംസാരിക്കാം. അത് നമ്മൾക്ക് പറയാൻ അറിയാം. അയാളൊരു ബുദ്ധിമോശമായ കാലത്ത് പറയാൻ പാടില്ല, അങ്ങനെ സംസാരങ്ങൾ പറയാൻ പാടില്ല. ഇവിടെ ഒരു ഐക്യമുണ്ട്. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും തമ്മിൽ ഒരു ഐക്യമുണ്ട്. ഇവിടെ ഏത് കാര്യത്തിനാണെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഐക്യമാണ്. അത് വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ്. കാരണം അങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരു പ്രയാസങ്ങൾ ആർക്കും കൂടെ ഉണ്ടായില്ല. ഹിന്ദുവനാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും ഇവിടെ അങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഐക്യമുണ്ട്. ഇവിടെ തോളോട് ചോറ് കൊണ്ടില്ല ആണ് എല്ലാവരും നടക്കണേ. ഹിന്ദു ആണെങ്കിലും ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായില്ല. നിങ്ങളിപ്പോ ഈ വഴിയിലൂടെ അല്ലേ പോണത് അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? നിങ്ങളിപ്പോ മലപ്പുറം ജില്ലയുടെ ഹൃദയ ഭാഗത്ത് കൂടി ഞങ്ങൾ പോണത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു അനൈക്യമായിട്ടുള്ള എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവിടെ വെള്ളാപ്പള്ളി അല്ലല്ലോ മറ്റേ മലപ്പുറം ജില്ലേനെ നോക്കേണ്ടത്. വെള്ളാപ്പള്ളി അവിടെ നിന്നിട്ട് വർത്തമാനം പറയണ മാതിരിയല്ലല്ലോ. കേരളത്തിന്റെ പൊതു സ്വഭാവം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അനൈക്യം എന്ന് പറയുന്ന സംഗതി ഇല്ല. പിന്നെ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള എന്താ പറയുക, വളരെ തരം താഴ്ന്ന രീതിയിലുള്ള ആളുകൾ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുള്ളൂ. അത്രേ പറയാനുള്ളൂ. എന്താണ് മലപ്പുറം ശരിക്കും? മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐക്യം, സ്നേഹം, പിന്നെന്താണ് സൗഹാർദ്ദങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു നാടാണ് മലപ്പുറം. മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം എല്ലാവരെയും, വരുന്നവരെയും പോകുന്നവരെയും എല്ലാവരെയും വാഴിപ്പുണരുന്ന ഒരു നാടാണ്. ഈ ഐക്യം തകർക്കാൻ കഴിയുമോ? ഈ ഐക്യത്തിന് ഒരിക്കലും തകർക്കാൻ കഴിയൂല. അത് ആരെന്ത് പറഞ്ഞാലും ഈ ഐക്യം എന്നും നിലനിൽക്കും, മരണം വരെ. ഞാൻ 14 ജില്ലയിലും ജോലി ചെയ്തിട്ടുണ്ട്. 14 ജില്ലയിലും ഇവിടെ മലപ്പുറത്ത് ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഒരേമാതിരി ജീവിക്കാൻ പറ്റിയ ഏക സ്ഥലം കേരളത്തിൽ നിന്ന് മലപ്പുറം ഉള്ളൂ. വെള്ളാപ്പള്ളി ഇവിടെ ഒരു മാസം മുന്നേ താമസിച്ച് നോക്കണം. മലപ്പുറം എന്താ അറിയണമെങ്കിൽ. മലപ്പുറം ഞങ്ങളുടെ രാഷ്ട്രീയം എല്ലാവർക്കും വ്യക്തിഗത രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനും ഒക്കെ ഒറ്റക്കെട്ടാണ്. മലപ്പുറം ജില്ലയുടെ പ്രത്യേകതയാണത്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണാനാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഹിന്ദുവും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ചുറ്റോളം ഞങ്ങൾ നല്ല സൗഹാർദ്ദം അവിടെ ജീവിച്ചു പോകാം. നല്ല സൗഹാർദ്ദത്തിലാണ്. എന്താണ് മലപ്പുറം ജില്ല ഒന്ന് പറയാമോ? വെള്ളാപ്പള്ളിക്ക് പറഞ്ഞു കൊടുക്കാമോ? വെള്ളാപ്പള്ളിക്ക് പറഞ്ഞു കൊടുക്കുന്നത് മലപ്പുറത്തിനെ കുറിച്ച്. മലപ്പുറം ഇവിടെ എല്ലാം കൊണ്ടും ഞങ്ങൾ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. വെള്ളാപ്പള്ളി വിചാരിച്ചാലൊന്നും അതിനെ തകർക്കാൻ കഴിയില്ല. അത് കാലാകാലം ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ജീവിച്ച സാഹചര്യം അങ്ങനെയാണ്. ഇവിടെ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ട് അങ്ങനെയാണ്. ഒരു വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്ന് മാറിപ്പോകും. ഒരു വെള്ളാപ്പള്ളിക്ക് മാത്രമല്ലല്ലോ, ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. അയാൾ പറഞ്ഞത് വെറും വർഗീയത പെടലേ ജനങ്ങളെ 2-3 ചേരിയാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കാരണം അയാൾ വെറും വർഗീയവാദിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ വർഗീയവാദിനെ കൂട്ടുപിടിച്ചിട്ടാണ് കേരള മുഖ്യമന്ത്രിയും പോയത്. മുഖ്യമന്ത്രി ഇയാൾ ഒരേ സ്റ്റേജിലാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അതിനെതിരായിട്ട് ഒരു അഭിപ്രായം പോലും കേരളത്തിലെ മുഖ്യമന്ത്രി പറയാതെ അയാളെ കയ്യും മുടിച്ചാണ് പോവുകയാണ് ചെയ്ത്. വർഗീയ രസം കുത്തിക്കയറ്റി തന്നെ എൻ്റെ അഭിപ്രായം. അത് നല്ല രീതിയിലേക്ക് തോൽവി ഉണ്ടാക്കിയോ? അതെ, എന്താ സംശയം? അത് ജനങ്ങൾ, കേരള ജനത ഒന്നിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഈ വർഗീയത കുത്തിക്കയറ്റിയപ്പോൾ പിന്നെ തോൽവി ഉണ്ടാക്കിയത് ശരിയാണ്. അതിൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല, എല്ലാ ജാതികളും ഒറ്റക്കെട്ടായി കേരള ഗവൺമെന്റ് എതിരായിട്ട് വോട്ട് ചെയ്തു. പണി കിട്ടി. പണി കിട്ടി, ചെരുക്ക് പണി കിട്ടി. ഇനി വരാൻ പോണ അച്ചബളി തന്നെയാണ് തഞ്ചം. പിന്നെ ഇങ്ങനെ വെറും വർഗീയത തന്നെ മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിലാകെ. പക്ഷേ കുറച്ച് ഓവറായിട്ട് മലപ്പുറത്ത് പറഞ്ഞു. അതേ സ്റ്റേജിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതിനെതിരായിട്ട് ഒരക്ഷരം മുണ്ടാതെ വെള്ളാപ്പള്ളിനെ കൈ മുറിച്ചറിയി പോവുകയാണ് ചെയ്തത്. അത് കേരള ജനത കണ്ടു. ഇവിടെ 2-3 ചേരി വേണ്ട, ഒറ്റ സ്നേഹത്തോടുകൂടെ മുന്നോട്ട് പോകണം. രാഷ്ട്രീയം വേറെ, സ്നേഹബന്ധം വേറെ എന്നല്ലേ ജനങ്ങൾ കണ്ടു. അതിൻ്റെ തോൽവി തന്നെയാണ് ഇപ്പോൾ ഈ കണ്ടത്. മലപ്പുറത്ത് നമ്മൾ സമുദായങ്ങളെല്ലാം ഒരുമാതിരിയാണ് നോക്കുന്നത്. വ്യത്യസ്തമായി ഒന്നുമില്ല, ഒരഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് എല്ലാം നല്ലവരായിട്ട് കൂട്ടുവശത്തായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരാവുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണമായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ വ്യത്യസ്തമായിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മലപ്പുറത്തുകാർ വളരെ മോശമാണ്, ഹിന്ദു സമുദായത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സംഭവമുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കുന്നത്?
വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെ പറയാം. അയാളങ്ങനെ അയാളെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പറയുന്നുണ്ടാവും. അതിപ്പോൾ നമുക്കതിൽ ഒന്നും പറയാനില്ല. അത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എല്ലാവരും? എല്ലാ സുഖമായിട്ട് ഭദ്രമായിട്ട് ജീവിക്കുന്നു. എല്ലാം സഹോദരമായിട്ട് ജീവിക്കുന്നു. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് അങ്ങനെ വ്യത്യസ്ത ഒരു രൂപത്തിലുമില്ല. അതുമാതിരി പോകുന്നുണ്ട് എല്ലാം. തികച്ചും തെറ്റാണ്. തികച്ചും തെറ്റാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളെന്ന് എനിക്ക് അടുത്തറിയാൻ കഴിയുന്നുണ്ട്. മതസൗഹാർദ്ദത്തിന് പേര് കേട്ടോ മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യുന്നൊരു ജില്ലയാണ്. നിങ്ങൾ എവിടെ ജീവിക്കുന്ന ആളാണ്? ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. ഞാൻ ജോലി ചെയ്യുന്നവിടെയാണ്. എവിടെയാണ്? എന്താണ് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാം? പച്ചക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? മലപ്പുറത്തുകാർ എങ്ങനെയാണ്? അനുഭവം ഉണ്ടായാലല്ലേ പറയാൻ പറ്റുള്ളൂ. മലപ്പുറത്തുകാർ എങ്ങനെയാണ്? മലപ്പുറത്തുകാർ നല്ല മനുഷ്യരാണ്. എല്ലാവരെയും എല്ലാം ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യരാണ്. ഞങ്ങൾ എല്ലാവരും സൗഹൃദമായിട്ട് ജീവിക്കുന്നു. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒക്കെ നല്ല രൂപത്തിൽ ജീവിക്കുന്നു. നല്ല സൗഹാർദ്ദമായി ജീവിക്കുന്നു. ഓൾക്ക് ഞങ്ങളോട് എന്തുവാണെങ്കിലും ഞങ്ങളോട് സഹവസിച്ച് ജീവിക്കുന്നു. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല അഭിപ്രായം. അതിനെക്കുറിച്ച് നമ്മളെന്ത് പറയാ? കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം ഇവിടെ സൗഹാർദ്ദത്തിലാണ് എല്ലാവരും. എല്ലാവരും സൗഹാർദ്ദത്തിലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? അങ്ങനെ നമുക്ക് എൻ്റെ അനുഭവമാണ്. സൗഹാർദ്ദത്തിലാണ് ആണ് എൻ്റെ അറിവ്. അങ്ങനെയാണ്, സൗഹാർദ്ദത്തിലാണല്ലോ. എത്ര വർഷമായിട്ട് നിങ്ങൾ ജീവിക്കുന്നു? ഞാൻ 10, 30, 40 വർഷമായി. എന്താണ് മലപ്പുറത്തിന്റെ യഥാർത്ഥ പിക്ചർ? യഥാർത്ഥ ഞാൻ ഈ പറഞ്ഞ തന്നെ വേറെ മാറ്റമൊന്നുമില്ല. സമാധാനപരം മലപ്പുറം ജില്ല മുന്നോട്ട് പോകുന്നു. ഒരു വേർതിരിവും കാണിക്കാതെ പോകുന്നുണ്ട് എൻ്റെ അറിവ്. കാരണം നമ്മളെ അറിവിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം വലിയ രീതിയിലേക്കുള്ള മറുപടികളാണ് ജനങ്ങൾ തരുന്നത്. അതായത് ഇത്തരം നല്ല രീതിയിലേക്ക് സൗഹാർദ്ദപരമായി ജീവിച്ചു പോകുന്ന ഒരു മലപ്പുറം ജില്ലയെ വലിയ രീതിയിലേക്ക് വർഗീയമായി ചിത്രീകരിക്കുന്ന രീതി ശരിയല്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം. നന്ദി, നമസ്കാരം.